എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കോവാണെങ്കിൽ നമ്മുടെ ജീരനെ വീട്ടിലേക്ക് വിളിച്ചേക്കാണല്ലോ. എന്തിനാ നീ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത്? നിനക്ക് നാണില്ലേ? ഇത്ര സമയം വൈകിട്ട് എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ വിളിച്ച വേറൊന്നുമല്ല, നീ എൻ്റെ കൂടെ ഇവിടെ കിടക്കണമെന്ന്. അതൊരിക്കലും പറ്റത്തില്ല, എനിക്കിഷ്ടമല്ലാന്ന് പറയുന്നുണ്ട്. പക്ഷെ ജീര ചോദിക്കുന്നത് എത്ര പൈസ നീ എനിക്ക് തരുമെന്നാണ്. പെട്ടെന്ന് തന്നെ കൈയടിക്കുന്നുണ്ട്. എനിക്കറിയായിരുന്നു നീ പൈസക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും. നീ എൻ്റെ അടുത്ത് കിടക്കണമെന്ന് ഉദ്ദേശിച്ചത് ഇവിടെ വന്ന് ഇരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്തിനാ നീ എന്നെ ഇവിടെ ഇരുത്തിയേക്കണേന്ന് നോക്കുമ്പോഴേക്കും എനിക്ക് നീയുള്ളപ്പോൾ ഉറങ്ങാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ആണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് നമ്മുടെ ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ ഇഷ്ടമൊന്നുമല്ല. ഒരു സിനിമയിൽ നിങ്ങൾ അഭിനയിക്കുകയാണെങ്കിൽ നിങ്ങളതിലെ വില്ലനാന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ പെയിൻറ്റിങ് മേടിച്ചതെന്ന് നോക്കുമ്പോൾ അവനൊന്ന് ആലോചിച്ചിട്ട് പറയുന്നുണ്ട്. പെയിൻറ്റിങ്ങിൽ എൻ്റെ തന്നെ ഒരു ബെറ്റർ വേർഷൻ കണ്ടു, അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വേർഷനാണ്, അതിലേക്കാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. സംസാരത്തിൻ്റെ ഒടുവിൽ അവിടെ കിടന്ന് ഉറങ്ങിപ്പോവാണ്. ഇത്ര പെട്ടെന്ന് നീ ഉറങ്ങിയോ? ഇൻസോമിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോത്തുപോലെയുള്ള കിടന്ന് ഉറങ്ങണേന്നാണ് നമ്മുടെ ജീര പറയുന്നത്. ജീരയും അവിടെ തന്നെ അന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ജീര എണീക്കുമ്പോഴേക്കും ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കായിരിക്കും. നീ ഇന്ന് നന്നായിട്ട് ഉറങ്ങിയെന്ന് നോക്കുമ്പോഴേക്കും ഞാൻ നന്നായിട്ട് ഉറങ്ങി, വാ നമുക്കിന്ന് സ്വിം ചെയ്യാൻ പോയാലോ എന്ന് നോക്കുന്നുണ്ട്. എനിക്ക് സ്വിമ്മിങ് അറിയില്ല എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല, ഞാൻ പഠിപ്പിക്കാം, നീ ഇവിടെ ജോലി ചെയ്യുമ്പോൾ സ്വിമ്മിങ് അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന ഫുഡെല്ലാം ജീര എടുത്ത് കഴിക്കുകയാണ്. ഇത് കാണുന്ന കോയിന് നല്ല രീതിക്ക് സന്തോഷം വരുന്നുണ്ട്. അവനും ഒന്നും മിണ്ടാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. സീനി കാണിക്കുന്നത് പാമ്പിനെയാണ്. അവനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ ഫ്രണ്ട് അങ്ങോട്ട് കയറി വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ നൈറ്റ് എന്ന്? അടിപൊളിയായിരുന്നു, അവനിപ്പോൾ രാവിലെ പോയെന്ന് പറയുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്? അവൻ ഇന്നലെ ഇവിടെ വന്നിട്ട് പോയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതല്ലടാ, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് എന്തോ പോലെ ഉണ്ട്. അതായത് എനിക്ക് അവനെ എപ്പോഴെപ്പോഴും കാണണം, സംസാരിക്കണം, മിണ്ടണം, എങ്ങനെയൊക്കെ തോന്നിക്കൊണ്ടിരിക്കാന്ന് പറയുമ്പോഴേക്കും എടാ അതൊരു സെൻറ്ററാണ്, വേറെ ഒന്നല്ല, നിനക്ക് അവനെ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ അവനെ കാണാൻ വേണ്ടിയിട്ട് നീ ഓരോരോ വഴി ഉണ്ടാക്കാന്നാണ് പറയുന്നത്. ഈ സമയം ജീരങ്കോയാണെങ്കിൽ സ്വിം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എനിക്ക് നന്നായിട്ട് പേടിയുണ്ടെന്ന് പറയുമ്പോഴേക്കും എല്ലാം കൂളാവ്, ഇതൊക്കെ സിമ്പിളാണ്. ആദ്യം തന്നെ സ്വിമ്മിങ്ങിൽ പഠിക്കുന്നത് വെള്ളത്തിൻ്റെ അടിയിൽ എങ്ങനെ ഓക്സിജൻ എടുക്കാമെന്നാണ്. അതിന് അവൻ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിലും ജീരക്ക് അതൊട്ടും ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊക്കത്തേക്ക് പൊങ്ങുന്നുണ്ട്. എനിക്കൊട്ടും പറ്റുന്നില്ല, ഇതൊന്നും എനിക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ പറയാണ് അതിനൊരു സീക്രട്ട് ട്രിപ്പ് ഉണ്ട്. അതായത് ഞാൻ നിന്നെ കിസ് ചെയ്തിട്ടാണ് നമ്മൾ സ്വിം ചെയ്യുന്നതെങ്കിൽ നിനക്ക് കുറച്ചും കൂടി ശ്വാസം ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഇതിന് എക്സ്ട്രാ പൈസ തരാമെന്നും പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കോയാണെങ്കിൽ ജീരനെ കിസ് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ അടിയിട്ട് രണ്ടുപേരും കൂടി മുങ്ങിപ്പോവാണ്. പക്ഷെ അവന് ഹോൾഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊങ്ങി വരാണ്. പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ ഡയറക്ടർ പെണ്ണാണെങ്കിൽ വർക്കിൻ്റെ ഇടയിൽ നിൽക്കുമ്പോഴാണ് ജീര വിളിക്കുന്നത്. എന്താണ് ഇപ്പം വിളിച്ചതെന്ന് നോക്കുമ്പോഴേക്കും എടി എനിക്കൊരു കാര്യം പറയാനുണ്ട്, അത്യാവശ്യമാണ്, നീ ഇപ്പം എന്തെങ്കിലും ടെൻഷനാവുന്ന കാര്യം എന്നോട് പറയുമ്പോഴേക്കും അങ്ങനെ ഒരു കാര്യമില്ല പറയാനായിട്ട്, നീ പറയാൻ പറയുന്നുണ്ട്. എടി എന്നെ കിസ് ചെയ്തു, ഞങ്ങൾ സ്വിം ചെയ്യാൻ നിന്നപ്പോഴാണ് ഇങ്ങനെ പറ്റിയത്, നീ നന്നായിട്ട് ടെൻഷനുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ എന്നെ കോൾ ചെയ്യുന്ന എന്തിനാണ്? നീ അവിടെ എൻജോയ് ചെയ്യാൻ പറഞ്ഞ് അവളങ്ങ് കോൾ വെക്കാണ്. പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് ഇത്ര നേരമായിട്ട് വരാത്തത്? അത് എനിക്ക് നന്നായിട്ട് കാതി വേദന എടുക്കുന്നുണ്ട്, ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട, ഇന്ന് എനിക്ക് പറ്റത്തില്ല, പിന്നെ ഒരു ദിവസം സ്വിം ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനോടൊന്ന് പോകുന്നുണ്ട്. സീനില് ജീരയാണെങ്കിൽ ഡയറക്ടർ ഗവൺമെന്റ് അടുത്തേക്ക് വന്നേക്കാണ്. അവളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇത്ര പ്രാവശ്യം നിന്നെ വിളിച്ചു എന്ന്. പക്ഷെ അവളാണെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരു ആർട്ട് കലാകാരനെ പരിചയപ്പെടുത്തി കൊടുക്കാണ്. സാറിൻ്റെ ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കും അതേപോലെ ചെയ്യണമെന്നൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ബേണൗട്ട് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളോട് ഒന്ന് പേഴ്സണൽ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട്. എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, എടാ നിനക്ക് മനസ്സിലാവുന്നില്ലേ, നിനക്ക് കോയിനെ ഇഷ്ടമെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ജീവിത എതിർക്കാണ്. എനിക്ക് കോയിനെയല്ല ഇഷ്ടം, എനിക്ക് പാമ്പിനെയാണ് ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. എടാ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നിന്റെ വർക്ക് സംബന്ധമായ കാര്യമാണ് പക്ഷേ നിന്റെ ലവ് അപ്പോൾ ആർക്കാണ് നീ കൊടുക്കാൻ പോകുന്നത്? അത് പാമ്പിനല്ലേ എന്ന് പറയുന്നുണ്ട്. ചെക്കനെ എല്ലാം കൂടി ഒന്ന് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അവൻ ആലോചിക്കുന്നുണ്ട്, നമ്മുടെ കോയിൻ്റെ ഒപ്പം ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ അവൻ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അതേസമയം പാമ്പിൻ്റെ ഒപ്പം ഇരിക്കുമ്പോഴും അവൻ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് രണ്ടും കൂടി കൺഫ്യൂഷനായിട്ട് ആരെ സെലക്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് നമ്മുടെ ജീര നിൽക്കുന്നത്. അടുത്ത സീനിൽ നമ്മുടെ പാമ്പാണെങ്കിൽ കോയിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. നാളെ ഒരു അവാർഡുണ്ട്, അത് നീ മേടിക്കാൻ വന്നുവെന്ന് പറയുമ്പോഴേക്കും എനിക്ക് പറ്റത്തില്ല, എനിക്കതൊന്നും താല്പര്യമില്ല എന്ന് അവൻ
അവൻ പറയാണ്, ഇതെനിക്ക് നേരത്തെ അറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരാളെ സെറ്റാക്കാൻ നോക്കിയിരുന്നു എന്ന് പറയുന്നുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ പാമ്പിൻ്റെ ഫ്രണ്ടില്ലേ, അവനോട് തന്നെയാണ് അവാർഡ് മേടിക്കാൻ പറയുന്നത്. പക്ഷെ അവനതിന് സമ്മതിക്കുന്നില്ല. എടാ, ഇതിന് പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് വലിയ വലിയ കണക്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും, അതുകൊണ്ട് തന്നെ നീ പോവാൻ നോക്കെന്ന് പറഞ്ഞിട്ടും അവൻ സമ്മതിക്കുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ പറയാണ്, എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ, എടാ ഇത് നമ്മുടെ ഒരു പ്രോഡക്റ്റിന് നന്നായിട്ട് പ്രൊമോഷനൊക്കെ കിട്ടുമെന്ന് പറയുമ്പോഴേക്കും, എന്നാൽ എനിക്ക് പകരം വേറെ ആരെങ്കിലും ഞാൻ തന്നെ സെലക്ട് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അതിനവൻ സമ്മതിക്കുന്നുണ്ട്. ഞാനിവിടുത്തെ ഫോട്ടോ എടുത്തോട്ടെ, അത് ഞാൻ അയച്ചു തരാമെന്ന് പറയുമ്പോൾ, 2 ആഴ്ച ഇതുവരെ നീ അയച്ചു തന്നിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയ ജീരയാണെങ്കിൽ ഒച്ചയെടുത്ത് കരയാണ്. കാരണം അവൻ്റെ ചെടികളൊക്കെ വാടിയിട്ടുണ്ട്. ഈ സമയമാണ് പാമ്മാവന് ഫോൺ ചെയ്യുന്നത്. എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും, ഞാൻ ചുമ്മാ വിളിച്ചതാണ്, നിന്റെ വോയിസ് കേൾക്കാൻ വിളിച്ചതെന്ന് പറയുമ്പോഴേക്കും, എൻ്റെ ചെടികളൊക്കെ വാടിപ്പോയി, ഇത്ര ദിവസത്തിന് ഇങ്ങോട്ട് വന്നില്ലായിരുന്നല്ലോ, എല്ലാവരും മരിക്കാറായെന്ന് പറയുന്നുണ്ട്, നിനക്ക് ചെടികളൊക്കെ അത്ര ഇഷ്ടമാണെന്ന് നോക്കുമ്പോൾ ആണെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ പിന്നെ വെച്ചെടുക്കുന്നുണ്ട്. എന്താന്ന് നോക്കുമ്പോൾ, എൻ്റെ ഓർക്കിഡ് പൂത്തു, എത്ര നാളായെന്നറിയാം ഞാനിതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്, ഇതിൻ്റെ വേരൊക്കെ കരിയാറായി, പക്ഷേ ഇതിൻ്റെ പൊക്കത്ത് പൂത്ത് നിൽക്കുന്നു. നമ്മുടെ ലൈഫ് ഇതേപോലെ അല്ലേ, കരിയാറായാലും പെട്ടെന്ന് തന്നെ പുഷ്പിച്ച് എന്ത് ചെയ്യുമെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഓഹോ, സാഹിത്യമാണല്ലോ പറയുന്നതെന്ന് നമ്മുടെ ജീര പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ സ്കെച്ച് ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട്. ഞാൻ മോഡലാവണമെന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും വേണ്ട, എൻ്റെ മെമ്മറി വെച്ചിട്ട് ഞാൻ നിങ്ങളെ സ്കെച്ച് ചെയ്തോളാന്ന് പറഞ്ഞ് കോളക്ട് ചെയ്തിട്ട് പാമ്പിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും വരയ്ക്കാൻ അവൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കോവിൻ്റെ കോളൊന്നും അവൻ എടുക്കുന്നില്ല, കട്ട് ചെയ്ത് കളയാണ്. പെട്ടെന്ന് തന്നെ അവൻ ഇൻസോമിയയുടെ ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിച്ചിട്ട് ഉറങ്ങാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. ഇതൊക്കെ കാണിച്ചിട്ട് നമ്മുടെ കോയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അവൻ ചരിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. ജീരാണെങ്കിൽ ഈ സമയം പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവനൊരു കാലം ആലോചിക്കുകയാണ്. രാവിലെ കോവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ വൊമിറ്റ് ചെയ്യാൻ പോകുന്നതൊക്കെ കണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവൻ തിരിച്ചു വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ അല്ലേന്ന്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, നിനക്ക് ഇങ്ങോട്ട് വരാമോ എന്ന് ചോദിക്കുമ്പോഴേക്കും, ഇപ്പം ഞാൻ അവിടെ നിന്ന് പോകുന്നത്, നീ കോളിൽ തന്നെ നിന്നാൽ മതി, നമുക്ക് എന്തെങ്കിലും സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. നീ എന്ത് ചെയ്യാന്ന് നോക്കുമ്പോഴേക്കും, ഞാനൊരു പടം വരയ്ക്കാമെന്ന് പറയുന്നുണ്ട്. ആര് പടം വരക്കണേന്ന് നോക്കുമ്പോൾ തന്നെ അവൻ ആ പടം മാറ്റിയിട്ട് നമ്മുടെ കോയിൻ്റെ അടുത്ത് നോക്കും. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവൻ്റെ ഫീലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുകയാണ്. അപ്പോഴേക്കും ചോദിക്കുന്നുണ്ട്, എന്ത് പടമാണ് വരയ്ക്കുന്നതെന്ന്, നിൻ്റെ ആ നേക്കിഡായിട്ടുള്ള പടമാണ് വരയ്ക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും ഞാൻ നേക്കിഡ് തന്നെയാണോ എന്ന് നോക്കുമ്പോഴേക്കും, അതിൽ നീ ഒരു ആളെ പ്രതീക്ഷിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ആരോ വന്ന് നിന്നോട് സംസാരിക്കണം, അതിലൂടെ നിനക്ക് മോക്ഷം കിട്ടണം, ആ ഒരു രീതിയാണ് എനിക്ക് മനസ്സിലാവുന്നതെന്ന് പറയുമ്പോൾ, ആരെങ്കിലും ഒരാളെയും കൂടെ ആഡ് ചെയ്യുമെന്ന് വയ്ക്കുമ്പോഴേക്കും, ഞാനിതിൽ ഏഞ്ചലിനെ ആഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം അവിടെ കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ പാമ്പ് എണീക്കുന്നത് അവൻ്റെ കൂട്ടുകാരൻ്റെ ഒച്ച കേട്ടിട്ടാണ്. എടാ വേഗം എണീക്ക്, നിൻ്റെ ഡ്രസ്സ് എനിക്ക് എനിക്കിന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പാമ്പ ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. എന്തിൻ്റെ ഇൻ്റർവ്യൂ എന്ന് ചോദിക്കുമ്പോഴേക്കും, എനിക്കിന്നൊരു സിനിമയിലൊക്കെ സ്ഥലത്താണ്, അതിന് നിനക്ക് ഫിലിമിനെ പറ്റിയിട്ട് വല്ലതും അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും അറിയില്ല, പക്ഷെ ഞാൻ ഡാറ്റാബേസൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ യാത്രയായിട്ട് ഫ്രണ്ട് അവിടെ നിന്ന് ഇറങ്ങാണ്. ഈ സമയം ജീരയാണെങ്കിൽ ഓടിയാണ് വരുന്നത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവനെ എണീക്കാനായിട്ട് കുറച്ച് ലേറ്റായി, അതുകൊണ്ട് തന്നെ അകത്തേക്ക് ഓടിക്കയറാണ്. അവിടെ ചെന്ന് കോയിൻ്റെ കാര്യം അന്വേഷിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ജോലിക്കാരൻ വന്നിട്ട് പറയും, പുറത്ത് സാറ് നിൽക്കുന്നുണ്ടെന്ന്. അങ്ങോട്ട് ഓടി ചെല്ലുന്നുണ്ട്. നമ്മുടെ കോയക്കാണ്, എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, നിനക്ക് എന്താ നേരത്തെ വന്നാന്ന് നോക്കുമ്പോൾ, ഇതിന് കാരണം നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ ഇന്നലെ രാത്രി എന്നെ എപ്പോഴാണ് വിട്ടേന്ന് വയ്ക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി, ഇന്ന് എനിക്കൊരു അവാർഡ് മേടിക്കാനുണ്ട് എൻ്റെ പേരിലെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ചീരയാണെങ്കിൽ അവിടെ ബാക്കിലിരുന്ന് ഡ്രസ്സൊക്കെ മാറുന്നുണ്ട്. ഡ്രസ്സെല്ലാം മാറിക്കഴിഞ്ഞ് ആ ഫ്രണ്ടിട്ട് കയറിയവരാണ്, നീ എന്തേ കാണിക്കുന്നതെന്ന് വയ്ക്കുന്നുണ്ട്. എനിക്ക് ആ സീറ്റ് സൂട്ടാവുന്നില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് പറയുന്നുണ്ട്. എൻ്റെ കാറിലൊന്നും തൊടല്ലേ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ കാറെന്ന് പറയുന്നുണ്ട്. അവൻ അടങ്ങിയിരിക്കുന്നുണ്ട്. അങ്ങനെ പരിപാടി നടക്കുന്ന സ്ഥലത്ത് നമ്മുടെ പാമ്പിൻ്റെ ഫ്രണ്ട് കയറി വരുന്നുണ്ട്. അവൻ അവിടെ തന്നെ വാച്ച് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ട് ജീരയും വരുന്നുണ്ട്. ജീര വന്നിട്ട് അവിടെ പറയുന്നുണ്ട്, ഞാനാണിക്കോ അവാർഡ് മേടിക്കാൻ വന്നതാണെന്ന്. ഓക്കെ സാർ, ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ഗേൾസൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ പാമ്പിൻ്റെ കൂട്ടുകാരൻ നോക്കി നിൽക്കുന്നുണ്ട്. അവൻ എന്തോ ഒരു കാര്യം മനസ്സിലുണ്ടെന്ന് തോന്നുന്നു. അവനാണെങ്കിൽ നേരെ ബാത്റൂമിലേക്ക് ചെന്നിട്ട് അവൻ്റെ ബാഗിൽ നിന്ന് ഒരു കവർ എടുക്കുന്നുണ്ട്. ആ കവറും കൊണ്ടാണ് വാഷ്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. ഈ സീൻ കട്ട് കഴിഞ്ഞിട്ട് നമ്മളെ കാണിക്കുന്നത് അവിടെ അവാർഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവാർഡ് നടക്കുന്ന ആ സ്പീച്ച് എല്ലാം നമ്മുടെ കോയാണെങ്കിൽ കാറിലിരുന്ന് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവാർഡ് അനൗൺസ് ചെയ്യുന്നുണ്ട്. കോയാണ് അതിന് വിന്നറെന്ന്. നമ്മുടെ കോയാണെങ്കിൽ എല്ലാം ജീരക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് അവൻ ഇവിടുന്ന് പറയുന്നതാണ് ജീര അവിടെ ഇരുന്ന് മൈക്കിലൂടെ പറയുന്നത്. അങ്ങനെ ഒരു സ്പീച്ചും കാര്യങ്ങളെല്ലാം അവിടെ നടത്തുന്നുണ്ട്. ഇതെല്ലാം ഫ്രണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവനാണെങ്കിൽ നന്നായിട്ട് ദേഷ്യം വന്നിട്ട് പെട്ടെന്ന് തന്നെ ഉച്ചെടുക്കാണ്. ആദ്യം നിങ്ങൾ പറയുന്ന വാക്ക് നിങ്ങൾ സത്യമാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞിട്ട് ആ കയ്യിലുള്ള ഊറിൻ്റെ പാക്കറ്റ് ആണെങ്കിൽ ജീരയുടെ മേത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. ഇത് കാണുന്ന കോ പെട്ടെന്ന് പാനിക്കാവുന്നുണ്ട്. വേഗം അവിടെ നിന്ന് ഇറങ്ങി വരാൻ പറയുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന
ഗേൾസ് എല്ലാം അവനെ കൊണ്ടുപോയിട്ട് ആ വാട്ടർ ഒപ്പിക്കളയുന്നുണ്ട്. അതിൽ തൊടണ്ട, അത് യൂറിനാണ്, നിങ്ങളൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം അവൻ്റെ മേത്ത് കൂടി തന്നെ ഒഴിച്ച് ഒന്ന് വാഷ് ചെയ്യാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് കോനോട് ചോദിക്കുന്നുണ്ട്, നീ ശരിക്കും ആരാണ്, നിനക്ക് എന്താണ് ഇത്ര ഹേറ്റേഴ്സ്, നീ എന്നെ ശരിക്കും എല്ലാവരുടെ ഇടയിൽ അങ്ങ് ഇട്ട് കൊടുത്തല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അവനാണെങ്കിൽ നീ കാറിക്കേട് എന്നിട്ട് സംസാരിക്കാന്ന് പറയുമ്പോൾ, ഞാൻ എന്തിനാ അതിൻ്റെ ഉള്ളിൽ കയറുന്നത്, നിനക്ക് നിന്റെ കാർ അത്ര ഇഷ്ടമല്ലേ, പിന്നെ അതിൻ്റെ ഉള്ളിൽ യൂറിൻ്റെ സ്മെല്ല് വരുമെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പോവുകയാണെങ്കിൽ ഒരു രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ പുറത്തിറങ്ങി അവനെ കെട്ടി പൂട്ടിയിട്ടാണ് അകത്തേക്ക്, അതായത് കാറിൻ്റെ ഉള്ളിലേക്ക് തള്ളി കയറ്റുന്നത്. നീ എന്തിനാ എൻ്റെ ഉള്ളിൽ കയറ്റിയെന്ന് വെക്കുന്നുണ്ട്, എനിക്ക് ഈ കാർ അത്രയ്ക്ക് ഇഷ്ടമല്ലേ എന്ന് നോക്കുമ്പോഴേക്കും, പക്ഷേ ഇത് നീ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലല്ലോ എന്നാണ് പറയുന്നത്. അങ്ങനെ അവന് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നിന്റെ വീട്ടിൽ ഞാനാക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഫ്ലാറ്റിൻ്റെ മുമ്പിൽ എത്തുമ്പോഴേക്കും നിന്റെ റൂം നമ്പർ എത്രയാന്ന് വെക്കുന്നുണ്ട്. എന്തിനാ നീ ഇതൊക്കെ അറിയുന്നതെന്ന് വെക്കുന്നുണ്ട്. ഞാൻ അവിടെ വരെയും കൊണ്ടേക്കാന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ തന്നെ പൊക്കോളാന്ന് പറഞ്ഞിട്ട് ജീരയാണെങ്കിൽ അവന് ദേഷ്യത്തിൽ ഇറങ്ങാണ്. അവൻ റൂമിട്ട് കയറുമ്പോഴും അവൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ആരുമല്ല വിളിച്ചത്, തന്നെയാണ്. എന്തിനാ പിന്നെയും വിളിക്കുന്നതെന്ന് വെക്കുമ്പോൾ, ഞാൻ നിന്റെ കാര്യത്തിൽ വെറിയിടാന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ ഒച്ചയെടുത്ത് ഫോൺ വെക്കുന്നു. എന്നിട്ട് അവൻ കുളിക്കാൻ നിൽക്കുകയാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.